പ്രേമില്ലാത്ത ആൾക്കാരാണ് ലക്കി പേഴ്സൺസ്. കാരണം ഓൾക്ക് തെരഞ്ഞെടുത്ത് കല്യാണം കഴിക്കാം. നല്ല ക്വാളിഫൈഡ് ആയ അവന്റെ കോൺസെപ്റ്റിനനുസരിച്ച്. ഇവനോ 10ാം ക്ലാസ് ഓളോട് പറഞ്ഞു ഞാൻ എന്നെ തന്നെ കിട്ടുള്ളൂ, ഓള് പറഞ്ഞ് ഞാൻ എന്റെ കൂടെ തന്നെ പോരുള്ളൂ. ഇനിയിപ്പോ ഓളല്ലാതെ വേറെ വകുപ്പില്ലല്ലോ, കുടുങ്ങി പോവല്ലേ. പിന്നെ നമ്മളൊക്കെ ലേബർ റൂമിൽ നിന്ന് കിട്ടുമ്പോൾ തന്നെ നമ്മുടെ പാരന്റ്സ് വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് നമ്മൾ ഏറ്റുവാങ്ങിയത്. ഈ കുട്ടിനെ വളർത്തി നല്ലൊരാളാക്കി നല്ലോണം പഠിപ്പിച്ച് ഓന്റെ കല്യാണമൊക്കെ ആഘോഷമാക്കണം വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണ്? എനിക്കൊരു കുട്ടിയായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്, നല്ല ദീനീബോധമുള്ള കുട്ടിയാണ്. ചെങ്ങനെ ദീനീബോധമുള്ള കുട്ടിയാണ് എന്റെ ഒപ്പം പോരോ? ഈ കണ്ട തോന്നിയാസത്തിനൊക്കെ നിന്നരോ? ദീനീബോധമുള്ള കുട്ടിനെതിരെ കിട്ടുമോ? ജീവന്റെ പണിയൊക്കെ അറിയില്ലേ? എന്നിട്ട് എല്ലാ തോന്നിയാസരും നിന്നിട്ട് അന്നെ ഞാൻ കല്യാണം കഴിക്കാന്നുള്ള ഒറ്റ വാക്കിന്റെ പേരിൽ എല്ലാ തോന്നിയാസരും നിന്നിരുന്ന ഒരാളെ ഒപ്പം എങ്ങനെ ജീവിക്കാം? അപ്പൊ അത് ശരിക്കും നമ്മള് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു പൊട്ടപ്പണിയാണ്. അപ്പൊ ഇനി പെട്ടുപോയ ആൾക്കാർ എന്താ ചെയ്യാന്നുള്ളതാണ്. പെട്ടുപോയ ആൾക്കാർ ഇതിന്റെ പരിക്ക് ചിന്തിക്കുക. നമ്മളിങ്ങനെ നല്ല നല്ല ആ സ്വപ്നങ്ങൾ മാത്രം കണ്ടാൽ, ആ മൊമെന്റിന്റെ ഭയങ്കര സുഖകരമായ കാര്യങ്ങൾ മാത്രം ആലോചിച്ചാൽ നമുക്ക് ബ്രേക്ക് ആകാൻ കഴിയില്ല. അതിന്റെ ബാഡ് സൈഡ് നമ്മൾ കാണണം. പരിക്കുകൾ കൊണ്ട് പരിക്കാണ്. പടച്ചവന്റെ ശാപം, മാതാപിതാക്കളുടെ കോപം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിനുണ്ട് എന്നുള്ളത് ചിന്തിക്കുക. അത് നമ്മുടെ അപ്പുറത്തുള്ള ആളോട് നമ്മളത് ബോധ്യപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അയാൾ എന്ത് പറഞ്ഞാലും ശരി, നമുക്കിത് ഡാമേജ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പതിയെ 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 അതിന്ന് വലിയ എന്നുള്ളതാണ്. പിന്നെ നമ്പറൊക്കെ മാറ്റുക, ഫോണൊക്കെ മാറ്റുക, ഡിലീറ്റ് ആക്കുക, എല്ലാം വലിയ. കാരണം ഇത് രക്ഷപ്പെടുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. നമ്മളിപ്പോ പ്രേമിക്കണോണ്ട് എന്താ ഉദ്ദേശിക്കണം? നല്ലൊരു ഹാപ്പിനെസ് ലൈഫ് അല്ലേ? ആ ഹാപ്പിനെസ് ലൈഫ് കിട്ടൂല. പിന്നെ ഇപ്പൊ എന്തിനാ പൈന നടക്കണേ? ഇപ്പൊ 18 വയസ്സുള്ള ഒരുത്തൻ 18 വയസ്സുള്ള പെൺകുട്ടിനെ കണ്ടു പറ്റിയാൽ 25ാമത്തെ വയസ്സിൽ ഓന് 25 വയസ്സ്, ഓക്ക് 25 വയസ്സ്, ഒരു രസം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പൊ ശരിക്കും ഇസ്ലാമിന്റെ വിവാഹമാണ് നമുക്ക് സേഫായിട്ട്, സമാധാനമായിട്ട്, സ്വസ്ഥായിട്ട്, കുടുംബമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയ ഒരു വഴി. നമ്മളെ പടച്ചോൻ തന്ന വൈവാഹിക ജീവിതമാണ്. അതുകൊണ്ട് അതിനെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.